BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പശ്ചിമഘട്ട പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച ആദ്യഘട്ട വിജ്ഞാപനത്തിന് കേന്ദ്രം തയ്യാറാവുകയാണ്. കേരളമടക്കം തർക്കമുള്ള സംസ്ഥാനങ്ങളെ ഒഴിവാക്കി വിജ്ഞാപനം നടത്താനാണ് നീക്കം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിലെ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. കേരളത്തിന്റെയും കർണാടകയുടെയും കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇടുക്കി, വയനാട് ജില്ലകളിലെ 31 വില്ലേജുകൾ പരിസ്ഥിതി ലോല പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരളം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദഗ്ധ സമിതി ഇത് അംഗീകരിച്ചിട്ടില്ല. കരട് വിജ്ഞാപന കാലാവധി ജൂലൈ 27 അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്രം നടപടികൾ വേഗത്തിലാക്കുന്നത്. 2024 ജൂലൈ 31 കേന്ദ്രം ഇത് സംബന്ധിച്ച് കരട് വിജ്ഞാപനം പുറത്തിറക്കിയത്. പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിൽ ഖനനം, ക്വാറികളുടെ പ്രവർത്തനം, മണലെടുപ്പ് തുടങ്ങിയവ നിരോധിക്കും. പുതിയ താപവൈദ്യുതി നിലയങ്ങൾ തുടങ്ങുകയോ നിലവിലുള്ളവ വികസിപ്പിക്കുകയോ ചെയ്യരുതെന്നും കരടിൽ നിർദ്ദേശമുണ്ടായിരുന്നു. കേരളത്തിലെ 131 വില്ലേജുകളായിരുന്നു കരട് വിജ്ഞാപനത്തിലെ പട്ടികയിലുണ്ടായിരുന്നത്. വയനാട് ജില്ലയിലെ 13 വില്ലേജുകൾ, കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജ്, ദേവികുളം താലൂക്കിലെ 14 വില്ലേജുകൾ, ഇടുക്കി താലൂക്കിലെ 9 വില്ലേജുകൾ, പീരുമേട് താലൂക്കിലെ 8 വില്ലേജുകൾ, തൊടുപുഴ താലൂക്കിലെ 2 വില്ലേജുകൾ, ഉടുമ്പൻചോല താലൂക്കിലെ 18 വില്ലേജുകൾ, ഇരിട്ടി താലൂക്കിലെ 2 വില്ലേജുകൾ, തലശ്ശേരി താലൂക്കിലെ 1 വില്ലേജ്, പത്തനാപുരം താലൂക്കിലെ 2 വില്ലേജുകൾ, പുനലൂർ താലൂക്കിലെ 6 വില്ലേജുകൾ എന്നിവയായിരുന്നു കരട് വിജ്ഞാപന പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശമാവുക. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.